ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചക്ക ദോശയായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും മുതിർന്നവർക്കും ഇഷ്ടവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. ഇന്നലത്തെ ബാക്കി വന്ന ദോശമാവാണ്. പിന്നെ ചക്ക, ഒരു 10 ചുള ചക്ക കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരിത്തിരി ശർക്കര ചരണ്ടി എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ടാണ്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയാണ് മതി. ഇനി അഥവാ അതും വേണമെന്നില്ല, നിർബന്ധമില്ല. ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് ആദ്യം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം ശർക്കര ഇട്ടിട്ട് അതിന് മീതെ നമ്മുടെ ചക്ക ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാനിത് കണ്ട 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ ചക്ക ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ മാവിലേക്ക് പകർത്തുകയാണ്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പൊ നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ശർക്കരയൊക്കെ ഇട്ടേക്കണല്ലേ, അപ്പൊ അതിൻ്റെ ചിലപ്പോൾ അടിക്ക് പിടിച്ചാലോ. പിന്നെ നമുക്ക് മാവ് കുറേശ്ശെ ഒഴിച്ച് പരത്തിയെടുക്കാം. ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിടാം. ഇനി നമുക്കിത് മറിച്ചും ഇതുപോലെ തന്നെ ഒന്നിട്ട് വേവിക്കാം. ഇനി നമുക്കിത് മാറ്റാം. ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദോശ. കണ്ട, ഇനി ബാക്കി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചുട്ടെടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ദോശയും എടുത്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യണേണ്. കണ്ടോ, ഇപ്പൊ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.